തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം KPCC കോർ കമ്മിറ്റി യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരുന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന യോഗമായതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം നേരത്തെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുന്നൊരുക്കങ്ങൾ വലിയ തരത്തിൽ വിജയം കണ്ടിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിലായാലും മറ്റു തരത്തിൽ ഗ്രൂപ്പ് വഴക്കുകളില്ലാതെയും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് ആദ്യഘട്ടത്തിലെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ കോർ കമ്മിറ്റി യോഗവും അത്തരത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത് ഏത് തരത്തിൽ വേണം, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാവും. മാത്രമല്ല നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ സാധ്യതയുള്ളത് UDF വിപുലപ്പെടുത്തണം എന്നൊരാവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും PV അൻവർ ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിഭാഗം വിട്ടുവരുന്നതിന് വേണ്ടി ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഒരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒക്കെ ആലോചനയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് KPCC നിർവാഹക സമിതി യോഗം ചേരുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്രതീക്ഷിതമായ ഒരു വിജയം കോൺഗ്രസിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ നേട്ടമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അതിൽ ഓരോ ജില്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനവും അവർ നടത്തിയിട്ടുള്ള മികവുമെല്ലാം തന്നെ ഇന്നത്തെ നിർവാഹക സമിതി യോഗത്തിൽ വിലയിരുത്തും, കോർ കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തും. ആ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ആയിരിക്കും അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഈ ആഴ്ച തന്നെ UDF യോഗവും ചേരുന്നുണ്ട്. ആ UDF യോഗത്തിൽ വെച്ച് ആരെയൊക്കെ അല്ലെങ്കിൽ പുതുതായി മുന്നണിയിൽ ആരെയൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിച്ചേരുന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ലീഗിന് വലിയ താല്പര്യം PV അൻവറിനെ ഒപ്പം നിർത്തണം എന്നുള്ളതാണ്. കാരണം അൻവർ കൂടി ഇത്തവണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒപ്പം ചേർന്നതുകൊണ്ട് മലപ്പുറത്തും കോഴിക്കോടും വയനാട്ടിലുമൊക്കെ തന്നെ കാര്യമായ തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ UDF ലേക്കുള്ള പ്രവേശനം എളുപ്പമാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. സാധാരണ ഇതിൽ വ്യത്യസ്തമായി ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സഹകരിപ്പിച്ച് ഒപ്പം നിർത്തും. അതായത് UDFനുമായി സഹകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് വലിയ പ്രാധാന്യം നൽകും. ഒപ്പം തന്നെ ചില 1-2 സീറ്റുകൾ നൽകുന്ന കാര്യവും ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് ഉറപ്പാണ്. കാരണം ബേപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് PV അൻവർ നേരത്തെ തന്നെ KPCC ഭാരവാഹികളെയും ഒപ്പം തന്നെ ലീഗ് ഭാരവാഹികളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് PV അൻവർ നിരവധി പ്രാവശ്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു പക്ഷേ അൻവറിനെ ബേപ്പൂരിലേക്ക് പരിഗണിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും ആദ്യഘട്ടത്തിൽ മുന്നണി പ്രവേശനം തന്നെയാണ്. മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ വരുന്ന UDF യോഗത്തിൽ ചർച്ചയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ UDF വിപുലീകരണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ലത്. അടുത്തൊരു കാര്യം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചകളാണ്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയോ മറ്റു ഒന്നുമില്ല. പക്ഷേ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 14 ജില്ലകളിലും UDFന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നേടിയതുപോലെയുള്ള ഒരു വൻ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ തരത്തിലെ ചർച്ച ഉണ്ടാകും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും എല്ലാ DCC ഭാരവാഹികളുടെയും പ്രവർത്തനം കാര്യക്ഷമമായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ KPCCയുടെ ഒരു വിലയിരുത്തൽ. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം തന്നെ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് SIR അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകൾ, ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. കാരണം UDF ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളിൽ SIRന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം കൊണ്ടുവരുന്ന കാര്യത്തിലുമൊക്കെ UDF ഒറ്റക്കെട്ടായി ചില സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട്. കാരണം നേരത്തെ അത്തരത്തിൽ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ തന്നെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ അത്തരം സമര
പരിപാടികൾ വേണ്ട എന്നായിരുന്നു UDF-ന്റെ ഐകകണ്ഠമായ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തൊക്കെ തരത്തിൽ UDF അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഏതൊക്കെ സമരങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെയും ഇതിൽ വീഴ്ച സംഭവിച്ച പ്രദേശങ്ങൾ, മേഖലകൾ, ഇതേക്കുറിച്ചൊക്കെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വൻ നേട്ടം കൈവരിച്ച ജില്ലകൾ, പ്രത്യേകിച്ച് എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, ഒപ്പം കൊല്ലം, അതുകൂടാതെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ വലിയ തരത്തിലെ വിജയം കൈവരിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വിജയം മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഇടുക്കിയിലും കോട്ടയത്തും അതുപോലെ പത്തനംതിട്ടയിലും കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ തകർന്നടിഞ്ഞ കോൺഗ്രസ് വലിയ വർദ്ധിത വീര്യത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെ അവർ മികവാർന്ന വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പത്തനംതിട്ടയിൽ വലിയ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൈവരിച്ച സാഹചര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയം, ഇനി ഉപയോഗിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നിവ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, കോട്ടയം ജില്ലയിലും ഇടുക്കിയിലുമാണ് കേരള കോൺഗ്രസ് എം അവർ മത്സരിച്ചത്. കേരള കോൺഗ്രസ് എം മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങപ്പെട്ടു. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എം ഏറ്റുമുട്ടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായിട്ട് നേരിട്ടായിരുന്നു. എന്നിട്ട് പോലും വിജയം വരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. LDF-ന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതേസമയം ചില ഘടകകക്ഷികളെ കൊണ്ടുവരുന്നതിനോട് വിയോജിപ്പ് ഉണ്ട്. പ്രത്യേകിച്ചും ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒപ്പം നിന്ന് LDF-ന് പോലും പ്രയോജനം ചെയ്യാത്ത കേരള കോൺഗ്രസ് എമ്മിനെ എന്തിനാണ് UDF-ലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ചർച്ച ജോസഫ് ഗ്രൂപ്പിലെ ജോസഫ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാവും. പ്രത്യേകിച്ചും പ്രധാന ചർച്ചാ വിഷയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേടിയ വിജയം, അതിനുശേഷം അടുത്ത നടപടിക്രമങ്ങൾ. നിലവിൽ ഇപ്പോൾ ഈ മേയർമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ തർക്കങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇനി അത്തരത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് KPCC-യുടെ ഒരു പ്രത്യേക സമിതിക്ക് വിട്ടു നൽകിക്കൊണ്ട് അവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് 1-2 ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തരത്തിലുള്ള വിജയം നേടിയിട്ടുണ്ട്. അത് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട പോലെ ജില്ലയിലൊക്കെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് 2 പ്രതിനിധികളുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പോൾ അവർക്കും ഭരണം നൽകേണ്ടി വരും. ആ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വിപുലമായ തരത്തിൽ KPCC ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചകൾ ഉണ്ടാവും. പ്രത്യേകിച്ചും വിജയം വരിച്ച കാര്യത്തിൽ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും DCC ഭാരവാഹികളും ഒക്കെ തന്നെ വലിയ തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അരുണിമ, ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം KPCC കോർ കമ്മിറ്റി യോഗം ഇന്നാണ് ചേരുക. വൈകിട്ട് 5 മണിക്ക് ചേരുന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.